നമസ്കാരം. ഞാൻ സുരേഷ് നായർ പാണ്ടാട്ട്. ഇരുളിൻ്റെ മറവിൽ അവൾ എന്ന നോവലിൻ്റെ കഥാകൃത്താണ്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി എൻ്റെ യൂട്യൂബ് ചാനൽ പോസ്റ്റിൽ ഈ നോവലിൻ്റെ 6 ഭാഗങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. എല്ലാ ശനി ഞായർ ദിവസങ്ങളിലാണ് ഈ നോവലിൻ്റെ ഓരോ ഭാഗങ്ങളും ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഈ 6 ഭാഗങ്ങൾ ഞാൻ വോക്കലായി, ശബ്ദരേഖയായി കഥ പറയുന്ന രീതിയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് നമ്മുടെ ലോകമെമ്പാടുമുള്ള മലയാളികളായ മലയാളം വായിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് എൻ്റെ ഈ നോവലിൻ്റെ കഥ ഓരോ ഭാഗങ്ങളായി പറഞ്ഞു കേൾപ്പിക്കുന്നത്. ഈ കഥയിലെ കഥാപാത്രങ്ങൾ, സന്ദർഭങ്ങൾ, ജോലി, പ്രൊഫഷൻ, ബിസിനസ്, കഥ നടക്കുന്ന സ്ഥലങ്ങൾ എല്ലാം സാങ്കല്പികമാണ്. ഒരു ജാതിയെയോ മതത്തെയോ വർഗത്തെയോ ഇതിലൂടെ ഞാൻ അഭിമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല. ഈ കഥയ്ക്ക് നടന്ന ഒരു സംഭവങ്ങളുമായിട്ടും ബന്ധമില്ല. ഇത് തികച്ചും സാങ്കല്പികമാണ്. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് നമ്മുടെ ലോകമെമ്പാടുമുള്ള മലയാളികളായ മലയാളം വായിക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് എൻ്റെ നോവലിൻ്റെ ഈ കഥ ഓരോ ഭാഗങ്ങളായി പറഞ്ഞു കേൾപ്പിക്കുന്നത്. അപ്പം ശരി, ഇരുളിൻ്റെ മറവിൽ അവൾ എന്ന നോവലിൻ്റെ ആദ്യ ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. നാളെ ഓഗസ്റ്റ് 15 രാജ്യം മുഴുവൻ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു. രാജ്യ തലസ്ഥാനത്ത് പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ. ഒരു തരത്തിലുമുള്ള സുരക്ഷാ വീഴ്ചയും ഉണ്ടാകരുതെന്ന് മുകളിൽ നിന്നുള്ള ഉത്തരവ് പാലിക്കാൻ ഉറക്കമുളച്ച് കാത്തു നിൽക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ. ഒരുപാട് ഉന്നതരായ വ്യക്തികൾ എത്തിയിരിക്കുന്നു നാളത്തെ ചടങ്ങിൽ പങ്കെടുക്കാൻ. തലസ്ഥാനത്തെ മുഴുവൻ അതിഥി മന്ദിരങ്ങളും തിങ്ങി നിറഞ്ഞിരിക്കുന്നു നാളത്തെ ചടങ്ങുകൾ വീക്ഷിക്കാൻ. രാത്രി അതിൻ്റെ അന്ത്യയാമങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. എങ്ങും കൂരാക്കൂരിരുട്ട്. കറുത്ത മേഘങ്ങൾ ആകാശത്ത് ചന്ദ്രനെ മറയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. രാജ്യതലസ്ഥാനത്തെപ്പോലെ ഭാരതത്തിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും അതീവ സുരക്ഷ. രാജ്യത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമായ മുംബൈയിലേക്കും ഈ രാത്രിയിലും പതിവ് പോലെ ആളുകൾ ഒഴുകിയെത്തുകയാണ്. നാളെ അവധിയാണ്, അതുകൊണ്ട് കൂടുതൽ തിരക്ക്. ബാംഗ്ലൂരിൽ നിന്ന് മുംബൈയിലേക്കുള്ള ഒരേയൊരു ഹൈവേ NH4. രാത്രിയിലും പകലും തിരക്ക് പിടിച്ചോടുന്ന വാഹനങ്ങൾ പോകുന്ന 8 വരിപ്പാത. ഇപ്പോൾ സമയം വെളുപ്പിന് 3 മണിയോടടുക്കുന്നു. കൂരാക്കൂരിരുട്ട്. എങ്ങും വാഹനങ്ങളുടെ ചീറിപ്പായലുകളുടെ ശബ്ദമല്ലാതെ ഒന്നും കേൾക്കാനില്ല. കോട കൊണ്ട് വഴി അത്ര വ്യക്തമല്ല. വണ്ടികൾ മഞ്ഞ ലൈറ്റ് വൈപ്പർ ഉപയോഗിച്ച് ഉറക്കച്ചടയോടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ. പെട്ടെന്ന് ദൂരെ നിന്നും ഒരു വാഹനം കുതിച്ചു വരികയാണ്. ഹൈവേയിലെ സ്പീഡ് കൺട്രോൾ ഒന്നും അതിന് ബാധകമല്ല. സ്ഥലം ലോണാവാലയ്ക്കടുത്തുള്ള ഖണ്ടാല. മുംബൈയിലേക്കെത്താൻ ഇനി അധികം ദൂരമില്ല. ദൂരെ നിന്നും അതിവേഗത്തിൽ ഓടിച്ചു വന്ന വണ്ടി പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. ഒരു ബ്ലാക്ക് സ്കോർപിയോ. അതിൽ നിന്നും ആരും ഇറങ്ങിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അതിനോട് ചേർന്ന് ഒരു പോലീസ് ജീപ്പ് വന്ന് നിന്നു. ജീപ്പിൻ്റെ മുൻ സീറ്റിലെ പോലീസ് ഉദ്യോഗസ്ഥൻ തൻ്റെ ലാത്തി കൊണ്ട് സ്കോർപിയോയുടെ ഡ്രൈവർ സീറ്റിൻ്റെ ഗ്ലാസിൽ തട്ടി. ഗ്ലാസ് താഴോട്ട് താഴ്ന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ പുറത്തിറങ്ങി ചോദിച്ചു, ക്യാ നാമേ തേരാ? കഹാ സെ ആ രഹേ ഹോ? യഹാ ഗാഡി മത് രുക്കാവോ. ഇത് കേട്ട് സ്കോർപിയോയുടെ ഡ്രൈവർ സീറ്റിൻ്റെ ഡോർ തുറന്ന് ഒരാൾ പുറത്തു വന്നു. 5.5 അടി ഉയരം, കറുത്ത ജീൻസ്, കറുത്ത ടീഷർട്ട്, അതിന് മുകളിൽ കറുത്ത ജാക്കറ്റ്. മുഖവും തലയും കറുത്ത തുണി കൊണ്ട് മറച്ചിരിക്കുന്നു. പോലീസുകാരൻ വീണ്ടും പറഞ്ഞു, ചലോ ചലോ യഹാ രുക്കോ മത്. പോലീസുകാരൻ ജീപ്പിൽ കയറാൻ തുടങ്ങുന്നതിന് മുൻപ് ചോദിച്ചു, നാം ക്യാ ഹെ തേരാ? പിന്നിൽ നിന്ന് പെട്ടെന്ന് ഉത്തരം വന്നു, നതാഷ അഗർവാൾ.